ആരാധനാലയങ്ങളിൽ ചെരുപ്പ് മോഷണം. ഇത് പുതിയത് അനുഭവമല്ല, നാളുകളായിട്ട് ഉള്ളതാണ്. എൻ്റെ കുഞ്ഞുപ്രായം മുതൽ ഞാൻ അറിയുന്നതാണ്, കാണുന്നതാണ്. ക്രൈസ്തവ ദേവാലയത്തിലായാലും ക്ഷേത്രങ്ങളിലായാലും അതുപോലെ തന്നെ മോസ്കുകളിലായാലും ഈ മോഷണമുണ്ട്. ഇതെന്തേ മോഷണം? ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിനായി സ്തുതികൾ അർപ്പിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് ചെരുപ്പുകൾ മോഷ്ടിക്കാനാണോ? അവരെങ്ങനെയാണ് പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്? ഇന്നത്തെ ഒരു അനുഭവത്തിട്ട് വരികയാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ചെരുപ്പ് കാണാനില്ല. രാവിലെ ബിനോസ് ഫോണിൽ വിളിച്ചു പറഞ്ഞു. പുതിയ ചെരുപ്പായിരുന്നു. വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അരൂർ പള്ളിയിൽ നിന്ന് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു. കാറ്റഗിസം ടീച്ചറായതിനാൽ എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താമസിച്ചു. എല്ലാം ഒരുക്കി വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ചെരുപ്പ് കാണാനില്ല. എല്ലാ 5 ഡോറിലും ചെന്ന് നോക്കി. 5 ഡോറിലും അദ്ദേഹത്തിന്റെ ചെരുപ്പില്ല. അത് മാറിയെടുത്തതാവില്ല. കാരണം എന്താണ്? അതിന് പകരം മറ്റൊന്ന് അവിടെയില്ല. ഇതുപോലുള്ള ചെരുപ്പ് മോഷണം ആരാധനാലയങ്ങളിൽ പതിവാണ്. പള്ളിയും ക്ഷേത്രവും മോസ്കും എവിടെയുണ്ട് അവിടെയെല്ലാം ഈ ചെരുപ്പ് മോഷണമുണ്ട്. നമ്മൾ അവര് ചെരുപ്പെടുക്കുന്നത് കണ്ടുപോയാൽ അത് മറവിയാണെന്ന് പറയും, തെറ്റിപ്പോയി എന്ന് പറയും. കണ്ടില്ലെങ്കിലോ അതവർ സ്വന്തമാക്കും. പലരും കൈകൊണ്ട് തൊടാൻ പോലും അറക്കാറുള്ള മറ്റൊരുത്തന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് മോഷണം എന്നത് എത്ര നികൃഷ്ടമാണല്ലേ, എത്ര നിന്ദ്യമാണല്ലേ. പണ്ടൊക്കെ ചെരുപ്പ് മോഷണം എന്നാൽ ദാരിദ്ര്യത്തിൻ്റെതാണ്. ഇന്നോ ആർക്കാണ് ദാരിദ്ര്യമുള്ളത്? ചെരുപ്പില്ലാത്തവർ കുറവാണ്. അത് ആരുമില്ലെന്ന് തന്നെ പറയാം. ആരാധനാലയങ്ങളിലെ മോഷണങ്ങൾ നമ്മെ ഒത്തിരി ചിന്തിപ്പിക്കുകയാണ്. ബിന്ദു ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ, ബിനൂസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് പേരെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ടീച്ചറെ എന്താണ് നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, എന്റെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാനില്ല. ഞാൻ മറ്റുള്ള എല്ലാ ഗേറ്റിലും നോക്കി, പക്ഷെ കണ്ടില്ല. അപ്പൊ അവർ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഇന്നലെ കുമ്പസാരിച്ചവരാണ്. ആയതിനാൽ തീർച്ചയായിട്ടും ടീച്ചർക്ക് ആ ചെരുപ്പ് വീട്ടിൽ കൊണ്ടെത്തിക്കും. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് മറ്റൊന്ന് വരുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഓഫീസിലെ ലൈൻമാൻ ആയിരുന്ന ഗോപകുമാർ വളരെ അത്ഭുതത്തോടുകൂടി, വളരെ ആശ്ചര്യത്തോടെ പറഞ്ഞ ഒരു അത്ഭുതം. ഗോപകുമാർ അരൂരിലെ പള്ളിയിലെ സെന്റ് അഗസ്റ്റിനോട് വളരെ ഭക്തിയുള്ള ആളാണ്. പുള്ളിക്കാരൻ സെന്റ് അഗസ്റ്റിനോട് ബന്ധപ്പെട്ട് കവിതകൾ വരെ എഴുതിയിട്ടുണ്ട്. എല്ലാ ദിവസവും അതിന് മുമ്പിൽ കൂടി പോയാൽ പുണ്യാളെ കണ്ടിട്ടേ പോകൂ. ഒരിക്കൽ ഭയമായി ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയതാണ്. ആ ചെരുപ്പുമായി വരുന്ന വഴിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഗ്രോട്ടോയിൽ കയറി. അതായത് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള കുരിശ് പള്ളിയിൽ കയറി. അവിടെ അത്രയധികം ജനമൊന്നും ഉണ്ടാവില്ല. പള്ളി പോലെ വലിപ്പമില്ല, ചെറുതാണ്. അവിടെ കയറി പ്രാർത്ഥിച്ചു. ചെരുപ്പ് വളരെ ഭദ്രമായിട്ട് അവിടെ ഊരി വെച്ചു. കൂട്ടത്തിലെ പഴയ ചെരുപ്പ് ഉണ്ടായിരുന്നു. പഴയ ചെരുപ്പ് പൊട്ടിയ ശേഷമാണ് ഇത് വാങ്ങിച്ചത്. ആ ചെരുപ്പ് കളഞ്ഞിട്ടാണ് പോകുന്നത്. ആ ചെരുപ്പ് വെച്ചിട്ട് അകത്ത് കയറി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് തിരികെ വരുമ്പോ എന്താണ്? ഗോപകുമാരന്റെ ചെരുപ്പ് അവിടെയുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ചെരുപ്പില്ല. എന്നാൽ പകരം മറ്റൊരു ചെരുപ്പ് കൂടെ കാണാനുമില്ല. അതായത് മാറി ഇട്ടുകൊണ്ട് പോയതല്ല, അത് മോഷണം തന്നെയാണ്. ഗോപകുമാർക്ക് ആകെ വിഷമമായി. ഭാര്യയുടെ സങ്കടവും ദുഃഖമൊക്കെ കണ്ടപ്പോ ഗോപൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ചെരുപ്പ് പുണ്യാളം കൊണ്ടുവന്നത് വീട്ടിൽ തരും. അപ്പം വൈഫ് പറഞ്ഞു, പിന്നെ പുണ്യാളൻ അതല്ലേ പണി, കട്ടെടുത്തവരാരെങ്കിലും തിരികെ തരുമോ ചേട്ടാ? ആ വിഷമത്തിലും ചിരിച്ചുകൊണ്ട് ഭാര്യ പറഞ്ഞു. അദ്ദേഹം കാലിൽ ചെരുപ്പില്ലാതെ നടന്ന് 3/4 കിലോമീറ്ററോളം ആ കല്ലിലൂടെയൊക്കെ നടന്ന് അവിടെ ചെന്നു. അപ്പൊ ഗോപൻ പറഞ്ഞു, ഞാൻ വേറെ ചെരുപ്പ് വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പുണ്യാളൻ തരുമെന്നല്ലേ പറഞ്ഞത്, ഞാൻ കാലിൽ ചെരുപ്പിടണില്ല, പുണ്യാളൻ കൊണ്ടുവരട്ടെ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഗോപൻ നേരെ ഓഫീസിലേക്ക് വന്നു. ഞാനും നമ്മുടെ
അരൂർ ഓഫീസിൽ ക്യാഷ്യറായിട്ടുണ്ട്. വൈകുന്നേരമായപ്പോൾ ഭാര്യയുടെ ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന് വരികയാണ്. ചേട്ടാ, പുണ്യാളം വന്നു. പുണ്യാളം വന്നോ? ആ, എന്റെ ചെരുപ്പ് കിട്ടി. വൈകുന്നേരം നോക്കുമ്പോൾ വീടിന്റെ മുമ്പിൽ ആരോ കൊണ്ടുവന്ന് ചെരുപ്പിട്ടിരിക്കുന്ന അത് പുണ്യാളം തന്നെയാണ്. അവരുടെ വിശ്വാസം അവരെ കാക്കുകയാണ്. ആ സന്തോഷം എന്നോട് വന്ന് ഷെയർ ചെയ്യുകയും ചെയ്തു ഗോപകുമാർ. അത് അന്ന്. ഇപ്പോൾ പുണ്യാളൻ ഇതുപോലുള്ള ഒത്തിരി മോഷണം കണ്ട് കണ്ട് പ്രതികരിക്കാതെയായി. ഒരുപക്ഷെ മോഷ്ടിച്ചവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഈ ചെരുപ്പ് തിരികെ കൊടുക്കേണ്ടി വരില്ലേ, ഈ കട്ടെടുത്തിരിക്കുന്നത് കാണാതെ പോകട്ടെ എന്ന്. പുണ്യാളൻ ആകെ കൺഫ്യൂഷനിലാവും. ആ ചെരുപ്പ് കൊടുക്കണോ, ആ ചെരുപ്പ് കൊടുക്കണ്ടയോ, ചെരുപ്പ് ഉടമയ്ക്ക് കൊടുക്കണോ, കള്ളന് കൊടുക്കണോ? അപ്പൊ നാം ചിന്തിക്കേണ്ട മറ്റൊന്നാണ്. കാരണം വിശുദ്ധന്റെ നടയിൽ വരുമ്പോഴും പള്ളിയിൽ വരുമ്പോഴും നിങ്ങൾ എന്തിനാണ് ദേവാലയത്തിൽ വരുന്നത്? പ്രാർത്ഥിക്കാനാണോ, മോഷ്ടിക്കാനാണോ? നമ്മളൊരു ദേവാലയത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പരിപാവനമാണോ? ആലോചിക്കുക, ചിന്തിക്കുക. തിരിച്ചിറങ്ങുമ്പോൾ അതിനേക്കാൾ പരിപാവനമാവേണ്ടതല്ലേ? കാര്യം എന്താണ്? നമ്മുടെ പാപങ്ങളെല്ലാം അവിടെ കഴുകിയാണ് നാം ഒരു പുതിയ മനസ്സായിട്ടാണ് നാം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോഴത്തെ പലരെയും പോലെ തങ്ങളുടെ പാപം കഴുകി പുതിയ മനസ്സാകാനല്ല ദേവാലയങ്ങളിൽ എത്തുന്നത്, ദൈവസന്നിധിയിലെത്തുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, പുണ്യാളന്മാരോട് ചേർന്ന് നിൽക്കുന്നത്. പകരം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ തുടരാനുള്ള ലൈസൻസിനാണ് ഈ ദേവാലയ സന്ദർശനങ്ങൾ എന്നാണ് ഈ മോക്ഷത്തിലൂടെയും മറ്റും പ്രഖ്യാപിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ചാർജ് നൽകി ചെരുപ്പുകൾ സൂക്ഷിക്കാറുണ്ട്. ഞാനെന്നാലോചിക്കും, എന്തിനാണ് ഈ ചെരുപ്പ് സൂക്ഷിക്കാൻ ഒരിടം? അല്ലെങ്കിൽ ചെരുപ്പ് സൂക്ഷിക്കുമ്പോൾ കാശ് കൊടുക്കുന്നത് ഇവിടെ ഇട്ടാൽ പോരെ? പല പല ക്ഷേത്രങ്ങളിൽ, പ്രശസ്തമായ പല ക്ഷേത്രങ്ങളിലും അങ്ങനെയുണ്ട്. അതിന്റെ കാരണം മനസ്സിലാകുന്നത് ഈ മോഷണമൊക്കെ കാണുമ്പോഴാണ്. മോഷണം എന്നത് ദൈവികമല്ല എന്ന് ചിന്തിക്കുക, അത് പൈശാചികമാണെന്നറിയുക. അത് എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം 7ാം പ്രമാണം എന്താണ്? മോഷ്ടിക്കരുത് എന്നാണ്. അപ്പോൾ അത് ദൈവത്തിനെതിരാണ്, സ്നേഹത്തിന് നിരസനമാണ്, അത് ദൈവികമല്ല, പൈശാചികമാണ്. ദൈവസന്നിധിയിൽ പിശാചിന് സ്ഥാനമില്ലെന്നറിയുക. ആ മനസ്സുള്ളവർക്കും ആ പ്രവൃത്തി ചെയ്യുന്നവർക്കും എന്നുകൂടി അറിയണമേ. ആരാധനാലയങ്ങൾ വിശ്വാസത്തിന് സ്ഥലമാണ്. അവിടെ നടക്കുന്ന ചെറിയ മോഷണങ്ങളും വിശ്വാസത്തെ ബാധിക്കും. അതിനാൽ നമ്മുടേതല്ലാത്തത് എടുത്തുകൊണ്ട് പോകരുത് എൻ്റെ സഹോദര എന്നത് വലിയൊരു സംസ്കാരമാണ്. നമ്മുടേതല്ലാത്തത് എടുത്തു പോകരുത് എന്നത് വലിയൊരു സംസ്കാരമാണ്. ചിന്തിക്കുക. ഇതൊരു വലിയ ക്രൈം അല്ലെങ്കിലും ആളുകൾക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഒരിക്കൽ ഞങ്ങൾ കാറ്റഗിസം ഇൻസ്പെക്ഷന് പോവുകയായിരുന്നു, രൂപത ഇൻസ്പെക്ഷന്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ടീച്ചറിന്റെ ചെരുപ്പ് ചെല്ലാനം പള്ളിയിൽ വെച്ച് ഞങ്ങൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ടീച്ചറിന്റെ ചെരുപ്പ് കാണാനില്ല. ടീച്ചർ അവിടെ ഇവിടെയൊക്കെ നോക്കി, എല്ലാവരും ചോദിച്ചു, ഇല്ല. പുതിയ ചെരുപ്പായിരുന്നു, എടുത്തിട്ട് പോയി. പകരം മറ്റൊരു ചെരുപ്പ് വാങ്ങിക്കുന്നത് അർത്തിങ്കൽ പള്ളിയിൽ പോയിട്ടാണ്. അത്രയും ദൂരം ടീച്ചർ ചെരുപ്പില്ലാതിരുന്നു. അപ്പൊ ടീച്ചർ പറയുകയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചെരുപ്പായിരുന്നു എന്ന് പറയാണ്. അവിടെയും ആ മോഷണമാണ് ഉണ്ടായത്. കൂടുന്നിടത്താണ് പലരും ചെരുപ്പുകൾ പുറത്ത് അഴിച്ചു വെക്കാറുള്ളത്. അതായത് ദേവാലയങ്ങളിൽ ആരുടേതാണെന്നറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരേപോലുള്ള ചെരുപ്പുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം. ഇവ ചെറിയ മോഷണങ്ങൾക്ക് അവസരമാകും. ചിലപ്പോൾ മാറി ഇട്ടുകൊണ്ട് പോകുന്നതാകും. ഒരേപോലത്തെ കമ്പനികളുടെ ചെരുപ്പാണെങ്കിൽ വലിപ്പ വ്യത്യാസത്തിന്റെ പുറത്ത് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാറുണ്ട്. പിന്നെ കൂടാതെ നല്ല ചെരുപ്പ്, പുതിയ ചെരുപ്പ് ഒക്കെ കാണുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കുട്ടിക്ക് നല്ല പെൻസിൽ കാണുമ്പോൾ എടുക്കാൻ തോന്നാറില്ലേ? നല്ല പേന കാണുമ്പോൾ എടുക്കാൻ തോന്നാറില്ല? എനിക്കല്ല, ചില കുട്ടികൾക്കെങ്കിലും ആ തോന്നൽ തന്നെ മനസ്സിന്റെ ഉള്ളിൽ അഗാധ തലത്തിൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾക്ക് ഈ ചെരുപ്പെടുത്തൽ പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? വ്യക്തിപരമായ ചില മുൻകരുതലുകൾ തീർച്ചയായിട്ടും വേണം. വളരെ വില കൂടിയ ചെരുപ്പുകൾ ദയവായി
ക്ഷേത്രങ്ങളിലോ മോസ്കുകളിലോ പള്ളികളിലോ പോകുമ്പോൾ ഇടാതിരിക്കുക. നമ്മുടെ ചെരുപ്പിന് ഒരു മാർക്ക് ഇടുക. അതുപോലെ തന്നെ ഒരേപോലെ തോന്നാത്ത യുണീക്ക് ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക. ചെരുപ്പ് ബാഗ് ചിലരെങ്കിലും കൊണ്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ ദേവാലയങ്ങൾക്കും മറ്റും ചെരുപ്പ് സൂക്ഷിക്കാൻ റാക്ക് ഉണ്ടെങ്കിൽ, സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. ടോക്കൺ സിസ്റ്റം, CCTV ക്യാമറ, വോളണ്ടിയർ, സെക്യൂരിറ്റി ഇവരൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് മാറില്ല. പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ ചെരുപ്പിടുമ്പോൾ മറിച്ചും തിരിച്ചു വിടുക. അതായത് ലെഫ്റ്റും റൈറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. അതല്ലെങ്കിൽ ഡോറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെരുപ്പും റൈറ്റ് സൈഡിൽ മറ്റൊരു ചെരുപ്പ് ഇടുക. അതല്ലെങ്കിൽ ചെരുപ്പ് രണ്ടും കമഴ്ത്തിയിടുക. അല്ലെങ്കിൽ ഈ രണ്ട് ചെരുപ്പുകൾ തമ്മിൽ ഒരു ക്ലിപ്പ് ചെയ്യുക, ചെറിയൊരു കെട്ട് കെട്ടുക. ഇങ്ങനെ കുറെ ഐഡിയാസ് ഉണ്ട്. ഇനി ചിന്തിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ സത്യസന്ധരാണോ എന്ന്. നമ്മുടേതല്ലാത്തത് എടുത്തുകൊണ്ട് പോകരുത്. അത് ചെറിയ മോഷണമല്ല, വിശ്വാസത്തെ തകർക്കുന്ന കാര്യമാണ്. റെസ്പെക്ട് പ്ലേസ്, റെസ്പെക്ട് പീപ്പിൾ. ഏവർക്കും നമസ്കാരം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു മോഷണത്തിലേക്ക്, ചെരുപ്പ് മോഷണത്തിലേക്ക് പോകാതിരിക്കട്ടെ. ഓക്കെ.